ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒരു വൈദികനെ കുറിച്ചിട്ടാണ്. സ്ത്രീകളെ, ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ, ഒരു വിധവയെ വളരെ എന്തെന്നാ പറയുക, വളരെ നീചമായും വളരെ മോശമായും ചിത്രീകരിക്കുന്ന, അതും പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയ വഴി പബ്ലിക്കായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പള്ളിയിലച്ഛനെ കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. അത് ഏത് പള്ളിയിലച്ഛനാണോ എന്തോ, പിതാവെന്നാണ് പറയുന്നത്. കുരിശും കയ്യിൽ പിടിച്ചിട്ട് ഒരു സ്ത്രീയെ തേജോവധം ചെയ്യുക. കുറ്റം ചിലപ്പോൾ സ്ത്രീയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, നമുക്കൊന്നും അറിയില്ല, നമ്മളൊന്നും നേരിട്ട് കണ്ടിട്ടുമില്ല. പക്ഷേ അതൊരു സ്ത്രീ ആയതുകൊണ്ട്, ഒരു പെൺകുട്ടി ആയതുകൊണ്ട്, എൻ്റെയൊക്കെ മക്കളുടെ പോലും പ്രായമില്ലാത്ത ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് പ്രതികരിക്കേണ്ടി വന്നു. എന്നെപ്പോലെ പല സ്ത്രീകളും പ്രതികരിക്കുന്നുണ്ട്. ഈ അച്ഛന് ഇത് എന്തിൻ്റെ കേടാണെന്ന് എനിക്കറിയില്ല. ദൈവശാസ്ത്രം 10 വർഷത്തോളം ഉണ്ടെന്നാണ് പറയുന്നത് പഠിക്കാൻ, ഒരു ഫാദറാകാനായിട്ട്. അതിനുശേഷം അവർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മനുഷ്യരോട് ക്ഷമിക്കാനും സഹിക്കാനും പറ്റാത്ത ഒരു മനുഷ്യനും പോയിട്ട് പള്ളിയിലച്ഛനാകാൻ പാടില്ല. പള്ളിയിലച്ഛൻ എന്ന് പറയുന്നത് ക്ഷമിക്കാൻ, യേശുക്രിസ്തു എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? ക്ഷമിക്കാനും സഹിക്കാനും മനുഷ്യർക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതാണ് യേശുക്രിസ്തു. അതിൻ്റെ പാത പിന്തുടരുന്നവരാണ് അച്ഛന്മാർ, ക്രിസ്ത്യാനികൾ. അച്ഛൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ സ്ഥലം കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു. അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവർ ഇറങ്ങി പോരുകയും ചെയ്തു. എന്നിട്ടും പിന്നാലെ കൂടി അതിനെ ദ്രോഹിക്കേണ്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിയമപരമായിട്ട് നീങ്ങിക്കൂടെ? അച്ഛൻ കേസ് കൊടുക്ക്. അതെന്ത് ഉപദ്രവമാണ് അച്ഛനെ ചെയ്തിരിക്കണമെങ്കിലും, അവരുടെ വീട്ടുകാരെന്താ ചെയ്തിരിക്കണമെങ്കിലും, അവർ വേറെ ആരും തെളിവ് സഹിതം അച്ഛൻ കൊണ്ട് പെറ്റീഷൻ കൊടുക്ക്. അതിനിവിടെ പോലീസുണ്ട്, നിയമമുണ്ട്, ജഡ്ജിയുണ്ട്, കോടതിയുണ്ട്, വേറെ പല സംവിധാനങ്ങളുണ്ട്. അച്ഛൻ സോഷ്യൽ മീഡിയയിൽ ഈ വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആളാണ്. അച്ഛന് ഏറ്റവും നല്ല പണി എന്തായിരുന്നല്ല, പോലീസിൽ പോകരുത്. പക്ഷെ പോലീസുകാർ പോലും വളരെയധികം മാന്യതയോടെ മറ്റുള്ളവരോട് പെരുമാറണം. കള്ളന്മാരായിക്കോട്ടെ, പിടിച്ചുപറിക്കാരായിക്കോട്ടെ, കൊലപാതകളായിക്കോട്ടെ, നീ വല്ല കഞ്ചാവിൽ പിടിച്ച, എന്നിട്ടും അവർ വളരെ സൗമ്യതയോടുകൂടിയാണ് പെരുമാറണത്. അവരെ കോടതിയാണ് ശിക്ഷിക്കുന്നത്. ഈ തെറ്റ് ചെയ്യുന്നവരെ കോടതിയാണ് ശിക്ഷിക്കുന്നത്. ശിക്ഷ കൊടുക്കുന്നത് കോടതിയാണ്, ജഡ്ജിയാണ്, അച്ഛനല്ല. അച്ഛൻ ഈ ചെയ്യണത് ഏറ്റവും വലിയ മഹാപാപമാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ എല്ലാം ഇത് ചെയ്യുക, ബ്ലോക്ക് ചെയ്ത് കളയുക. അച്ഛൻ്റെ കാണണ്ടെന്ന് വെച്ചാൽ നോട്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അടിച്ചടിച്ച് വിട്ടാലും പിന്നെയും വരും അച്ഛൻ്റെ ഇത്. പക്ഷെ അച്ഛൻ ഈ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അതുപോലെയുള്ള ഓരോ സ്ത്രീകളെയും ഇതുപോലെ, പുരുഷന്മാരെ അതെ, ആവശ്യമില്ലാതെ പുരുഷന്മാർക്കും ഉണ്ട് ഇതുപോലെയുള്ള അപമാനങ്ങൾ സഹിക്കുന്നത്. നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പുരുഷൻ സ്ത്രീയോട് എന്തെങ്കിലും തെറ്റ് നിങ്ങൾ തെളിവ് സഹിതം വന്നിരുന്നിട്ട് നിങ്ങൾ ഈ സംസാരിക്കുക. അയ്യോ അത് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അതല്ല വേണ്ടത്. ഒരു ജീവിതമാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതം, ലൈഫ്, അത് വർഷങ്ങളോളം അവർക്ക് ജീവിക്കണം. അവർക്ക് ഫാമിലി ഉണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. അന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടാണോ ഈ സംസാരിക്കുന്നത്? അപ്പം ഇതിനെതിരെ പ്രതികരിക്കണം. ഇതിനെതിരെ നിയമം വരണം. ഒരാളെയും ഇതുപോലെ വന്നിരുന്ന് അപമാനിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം വരണം. അതിനുള്ള തക്കതായ ശിക്ഷ കൊടുക്കണം. ഈ റോട്ടിൽ കൂടി പോണ വണ്ടി ഹെൽമെറ്റ് വെച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ശിക്ഷ, പിഴ ഒക്കെ ചുമത്തുന്നുണ്ടല്ലോ. ഇതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾക്ക് നമ്മളെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കുന്ന ഇതുപോലെയുള്ള മാന്യ സുഹൃത്തുക്കളെ, വനിതകളായാലും പുരുഷന്മാരായാലും സ്ത്രീകളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട് ഇതുപോലെ കാര്യലാഭത്തിന് വേണ്ടി ചൂഷണം ചെയ്യുന്ന, മറ്റുള്ളവരെ അപമാനിതരാക്കുന്ന, തേജോവധം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുമുണ്ട്. അവർക്കൊക്കെ എന്തു വേണമെങ്കിലും പറയാം. അത് രാഷ്ട്രീയ തലത്തിലായിക്കോട്ടെ, ഏത് തലത്തിലായിക്കോട്ടെ, അവരെ വെച്ച് മുതലെടുക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ അച്ഛനോടാണ്, ബഹുമാനപ്പെട്ട അച്ഛനോട്. അച്ഛൻ ഇത് നിർത്ത്.
അച്ഛന് നല്ലതാ. ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല. ഞങ്ങളും ക്രിസ്ത്യാനികൾ തന്നെയാണ്. കത്തോലിക്ക സഭയിൽ ജനിച്ച് വളർന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഭയിൽ ആയിക്കോട്ടെ, ഏത് സഭയിലായിക്കോട്ടെ, ഏത് ഹിന്ദുക്കളുടെ ഇതിലായിക്കോട്ടെ, മുസ്ലിങ്ങൾ, ഒരു മനുഷ്യരും വന്നിട്ട് ഇതുപോലെ ഒരു പെൺകുട്ടിയെ ഒരു പുരോഹിതന്മാർ വന്ന് ഇതുപോലെ പറയുന്നത് എൻ്റെ ഈ പ്രായത്തിൽ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. എന്ത് മനുഷ്യരാണച്ചോ, മനുഷ്യർക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. മനുഷ്യർ തെറ്റ് ചെയ്യും, ക്ഷമിക്കാൻ സാധിക്കൂല്ലെങ്കിൽ പിന്നെ എന്ത് അച്ഛനാണ്? ലോഹം ഊരി വെച്ചിട്ട് വല്ല ഗുണ്ടാപ്പണിക്ക് പോവച്ചോ? തല്ലാനും ഇടിക്കാനും കൊല്ലാനും പോയി പൊക്കോ, അതാ നല്ലത്. ആ ലോഹം അങ്ങോട്ട് ഊരി വെക്കും. ഇത്രയുള്ള പറയാനായിട്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ കമൻറ്റ് ചെയ്യണം, പ്രതികരിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.